നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മംഗൽപാടി പാലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ മംഗൽപാടി മുതൽ നമ്മൾ കുമ്പള ബ്രിഡ്ജ് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ സുഹൃത്തുക്കളെ, നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. കാരണം നിങ്ങൾക്ക് അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ മുതൽ നമ്മുടെ ബന്ദിയൂർ ഓവർപാസ് വരെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ആളുകൾക്ക് ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായെങ്കിലും ഈ ഭാഗത്തായിട്ട് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. രണ്ട് ഭാഗത്തായിട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല ഉയരത്തിലാണ് കേട്ടോ റോഡ് വരുന്നത്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെയും ഡിവൈഡറിൻ്റെയും ഭാഗത്തൊക്കെ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഫിറ്റാക്കുന്ന വർക്കാണ് ഈ ഭാഗത്തായിട്ട് ഇനി നടക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ചിൽ നമ്മുടെ തലപ്പാടി മുതൽ കാസർഗോഡ് ടൗൺ വരെ ഇനി മേൽപ്പാലങ്ങളുടെ വർക്കും പിന്നെ പാലങ്ങളുടെ വർക്കും കുറച്ച് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ മാത്രമാണ് ഇനിയും പുരോഗമിക്കാൻ ബാക്കിയായിട്ടുള്ളത്. ബാക്കി റോഡിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിംഗ് ഒക്കെ പല ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മള്ളങ്കൈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ നല്ല ഉയരത്തിലാണ് നമ്മളെ ബന്ദിയോട് ഭാഗത്ത് റോഡ് നേരത്തെ നിലവിലെ റോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മണ്ണൊക്കെ എടുത്തിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിക്കുന്നത്. വലതുഭാഗത്തായിട്ട് നമുക്ക് കാണാൻ നല്ല ഉയരത്തിലാണ് കേട്ടോ സർവീസ് റോഡ് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉയരമുള്ളത് കൊണ്ട് ഇവിടെ ഓവർ പാസ്സാണ് അനുവദിച്ചത്. നമുക്കൊക്കെ അറിയാം ബന്ദിയോടും നമ്മുടെ ഒസ്തങ്കടിയിലും മാത്രമാണ് ഓവർ പാസ് വരുന്നത്. അപ്പോൾ ടൗണിന് യാതൊരു കോട്ടവും തട്ടാതെയാണ് ഈ ഓവർപാസ് പോകുന്നത്. ഓവർപാസ് വരുന്നതോടുകൂടി നമുക്ക് ബന്ദിയോട് ടൗണിൻ്റെ മുഖച്ഛായ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഓവർപാസിൻ്റെ വർക്ക് നടന്നിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഓവർപാസിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ വർക്ക് ഇനിയും പുരോഗമിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. മഴയായത് കാരണം നല്ല വെള്ളക്കെട്ട് ഉണ്ട് അവിടെ. അപ്പോൾ ഡ്രൈനേജിൻ്റെ ഒക്കെ പ്രോബ്ലം ഇവർ പരിഹരിച്ചതിന് ശേഷം ഈ ഭാഗത്തായിട്ട് റോഡ് വർക്ക് പുരോഗമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോൾ സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ്, മണ്ണ് എടുക്കേണ്ട വർക്കാണ് ഈ ഭാഗത്തായിട്ട് നടക്കേണ്ടതുള്ളത്. ഇവിടെ മുതൽ റോഡിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നേരത്തെ ഫിനിഷ് ആയതാണ്. ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് ഉയരത്തിലാണ് സർവീസ് റോഡ് വരുന്നത്. ഇവിടെ കുറച്ച് ഉയരമുള്ള പ്രദേശമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മണ്ണൊക്കെ എടുത്തിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് നിലവിലെ പുതിയ നാഷണൽ ഹൈവേ വരുന്നത്. നമ്മളങ്ങനെ മുട്ടം ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഭാഗത്തായിട്ട് റോഡിൻ്റെ വർക്ക് ഫിനിഷാകാൻ ബാക്കിയുണ്ട്. ഇവിടെ മണ്ണ് തട്ടിയിട്ടുണ്ട് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മുട്ടം ഭാഗത്ത് അണ്ടർപാസ് വരുമോ ഇല്ലേ എന്നറിയില്ല കേട്ടോ. എന്തായാലും ഈ ഭാഗത്തൊക്കെ ഒരു അണ്ടർപാസ് അനുവദിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ ഷിറിയ പാലം വരെ റോഡിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷായതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. മംഗലാപുരം ഭാഗത്തേക്ക് ഇപ്പോൾ 3 ലൈനിൽ കൂടി വാഹനം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. ഒരു ഭാഗത്തായിട്ട് വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. മറുവശത്ത് ഇപ്പോൾ റോഡ് വർക്ക് പൂർണ്ണമായിട്ടും ഫിനിഷ് ആയതുകൊണ്ട് ഈ ഭാഗത്ത് തുറന്നു കൊടുത്തിട്ടില്ല. ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ സർവീസ് റോഡ് റെഡിയായത്. മറുവശത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് സെറ്റാക്കുകയാണ്. ഇവിടെ സർവീസ് റോഡ് ഇതുവരെയായിട്ടും സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയാൽ പെട്ടെന്ന് പണി തീർക്കാം. ഷിറിയ കുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല കുന്ന് പ്രദേശമായിരുന്നു. അപ്പോൾ മണ്ണൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ആ കുന്ന് കുറച്ച് നിവർത്തിയിട്ട് പുതിയ റോഡ് വരുന്നത്. അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് കാസർഗോഡ് ഭാഗത്തോട്ട് ഇപ്പോൾ സർവീസ് റോഡ് കൂടി വാഹനം പോകുന്നതുകൊണ്ട് നമ്മുടെ 3 ലൈനിൽ കൂടി വാഹനം ഇരുവശത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉയരത്തിലാണ് കേട്ടോ നേരത്തെ റോഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കിയാൽ കുറച്ച് താഴ്ചയിലാണ് റോഡ് വരുന്നത്. സർവീസ് റോഡ് കണ്ടോ നിങ്ങൾ ഇടത് ഭാഗത്തായിട്ട് നല്ല ഉയരത്തിലാണ് വരുന്നത്. നമുക്ക് മറുവശത്ത് ഇപ്പോൾ സർവീസ് റോഡ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുന്നിടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ റോഡ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവീസ് റോഡ് നമുക്ക് കാസർഗോഡ് വലതുഭാഗത്തായിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് വരുന്നത്. നമ്മൾ മുട്ടം ഭാഗം മുതൽ ഇവിടെ വരെ സർവീസ് റോഡിൻ്റെ വർക്ക്
നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡ് റെഡിയാക്കുന്നതിൽ കുറച്ച് ലാഗ് അടിച്ചത് നമ്മുടെ ULCC. പൂർണ്ണമായിട്ടും റോഡ് തുറന്നു കൊടുത്തിട്ടില്ല. 3 വരിപ്പാത കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗത്തായിട്ട് ഇപ്പോൾ വർക്ക് പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് റോഡ് തുറന്നു കൊടുക്കാൻ ലേറ്റായത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കറിയാം റോഡ് വർക്ക് തുടങ്ങാൻ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല ഉയരത്തിലാണ് കേട്ടോ, മണ്ണിട്ട് സെറ്റാക്കി ഉയർത്തിയിട്ടാണ് ഇവിടെ പുതിയ റോഡ് വരുന്നത്. അപ്പോൾ നേരത്തെ നാഷണൽ ഹൈവേ ഉണ്ടായിരുന്നത് നല്ല താഴ്ചയിലാണ് കേട്ടോ. ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്, ചെറിയൊരു അണ്ടർ പാസേജാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു വശത്തോടു കൂടി മാത്രമാണ് ഇപ്പോൾ വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തത്. മറുവശത്ത് ഇനിയും റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് ഇനിയും നടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷിറിയ പാലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷിറിയ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇടത് ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് ഇനിയും നടക്കേണ്ടത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് കാര്യമായ വർക്ക് പുരോഗതിയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ മഴക്കാലം നമ്മൾ 1 മാസം മുമ്പ് വന്നതാണ്. അപ്പോൾ സമാനമായ അവസ്ഥ തന്നെയാണ് ഈ ഭാഗത്തായിട്ട് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നത്. സിറിയ പാലം എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടത് ഭാഗത്തായിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടത്. വലതു ഭാഗത്തായിട്ട് ഇനിയും മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിറിയ പാലത്തിൻ്റെ വർക്ക്, കോൺക്രീറ്റ് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ടാറിംഗ് പ്രവൃത്തികളാണ് ഇനി നടക്കേണ്ടതായിട്ടുള്ളത്. സിറിയ പാലം കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമായ വർക്ക് പുരോഗതിയൊന്നും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് ഈ ഭാഗത്തായിട്ട് നടക്കേണ്ടതായിട്ടുള്ളത്. നല്ല ചതുപ്പ് പ്രദേശമായിരുന്നു. അപ്പോൾ ഒരുപാട് മണ്ണൊക്കെ വേണം ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ കുമ്പോൽ ഭാഗത്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മാസം മുമ്പാണ് നമ്മൾ ഈ ഭാഗത്തെ വീഡിയോസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചിരുന്നു. ഇവിടെ ഡ്രൈനേജിൻ്റെ വെള്ളമൊക്കെ എടുത്ത് പുഴയുടെ ഭാഗത്തോട്ട് കളയുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇവിടെ മുതൽ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരിക്കാടി അണ്ടർ പാസിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മണ്ണിട്ട് സെറ്റാക്കിയാണ്. അപ്പോൾ അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഈ ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ, കോൺക്രീറ്റ് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. വാഹനങ്ങൾ 2 ഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണ്ണിട്ട് സെറ്റാക്കുന്ന വർക്കാണ് നടക്കേണ്ടത്. മഴയായതുകൊണ്ട് അല്പം ലാഗ് അടിച്ചിരുന്നു നമ്മളെ ULCC. അപ്പോൾ നമ്മളെ കുമ്പള പാലത്തിൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ തുറന്നു കൊടുത്തതാണ്. മറുവശത്തെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഗർഡർ ലോഞ്ചിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്തായി കുറച്ച് ഭാഗത്തായിട്ട് ഗർഡർ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ ആരിക്കാടി അണ്ടർപാസ് കഴിഞ്ഞ് ഈ ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ കാരണം പല ഭാഗത്തും ലാഗായിട്ടുണ്ട് വർക്ക്. നമ്മൾ ആരിക്കാടി കഴിഞ്ഞിട്ട് സർവീസ് റോഡ് നല്ല വീതി കുറവുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം നല്ല ട്രാഫിക് പല സമയത്തും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ ഇനിയും മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ മുതൽ നമ്മളെ കുമ്പള പാലം വരെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ റോഡ് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല വാഹന ഗതാഗതത്തിനായിട്ട്. സർവീസ് റോഡ് കൂടിയാണ് നിലവിലെ ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആരിക്കാടി ഹനുമാൻ സ്വാമി ടെമ്പിളിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് റോഡിൻ്റെ വർക്ക് നേരത്തെ ഫിനിഷ് ആയതാണ്. ഇവിടെയാണ് നമ്മുടെ കുമ്പള ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മുതൽ നമ്മളെ കുമ്പള പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ്ങിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഒരു സൈഡിൽ റോഡിൽ ഗർഡർ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം കുമ്പള പുതിയ പാലം വളരെ ഫാസ്റ്റായി തന്നെയാണ് ULCC പൂർത്തീകരിച്ചത്. അപ്പോൾ നമ്മളെ പഴയ പാലം പൊളിച്ചിട്ട് വളരെ ഫാസ്റ്റായി തന്നെയാണ് നമ്മുടെ പഴയ പാലത്തിൻ്റെ വർക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഗർഡർ ലോഞ്ചിങ്ങാണ് ഇനി നടക്കേണ്ടതായിട്ടുള്ളത്. കുറച്ച് ഭാഗത്തായിട്ട് ഗർഡർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഗർഡർ ലോഞ്ചിങ് പൂർണ്ണമായിട്ടും നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി കാണാം. അതുവരെയ്ക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.